ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി 34ഓളം ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു. ചെറുതുരുത്തി വള്ളത്തോൾ നഗർ പഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി 34ഓളം ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു. പ്ലാൻ ഫണ്ടിൽ നിന്നും 4 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ചെറുതുരുത്തിയിലെ പല ഭാഗങ്ങളിലും 34ഓളം ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുന്നത്. ബോട്ടിൽ സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനം ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിന് സമീപം നടന്നു. ഉദ്ഘാടന യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിർമ്മലാദേവി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശത്തിന്റെ ഭാഗമായി മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ ഇന്ന് ജനുവരി 1 മുതൽ 7 വരെ മാലിന്യമുക്ത ദിനാചരണമായി ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് 4 ലക്ഷം രൂപ ചെലവ് ചെയ്തുകൊണ്ട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 34 ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ ആദ്യ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. 4 ലക്ഷം രൂപ ചെലവ് ചെയ്തുകൊണ്ട് 34 ബോട്ടിൽ ബൂത്തുകളാണ് ഇന്ന് സ്ഥാപിക്കുന്നത്. അതിൻ്റെ ആദ്യപടി എന്ന നിലയ്ക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പാലത്തിൻ്റെ സമീപം ബോട്ടിൽ ബൂത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. അതിനുവേണ്ടി ക്ഷണിച്ച മുഴുവൻ ആളുകളോടും നന്ദി പറയുന്നു. മാലിന്യമുക്ത നവകേരള പദ്ധതിയിൽ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായവും സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറി ആർ ശ്രീദേവി, പഞ്ചായത്ത് മെമ്പർമാരായ പി എ യൂസഫ്, അജിത രവികുമാർ, ബി എം റഷീദ്, താജു നിസ, രാധിക, പഞ്ചായത്ത് ജീവനക്കാരായ എ എ റസീന, സി ആർ സുധാകരൻ, അജീസ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് CCV.